ചില പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് കരുതി ആരാധനയും പ്രാർത്ഥനയൊന്നും സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ. ആ പ്രതികൂല സാഹചര്യത്തിനകത്ത് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറായാൽ ഒരു ദൈവപ്രവൃത്തി കാണാൻ പോവാം. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വീണ്ടും നല്ലൊരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നു. പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കാം. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി ഒരു കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. കണ്ടോ, മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു കാഴ്ച ഈ മനുഷ്യനും കണ്ടിട്ട് ഫിലിപ്പിലേക്ക്, യൂറോപ്പിലേക്ക് തങ്ങളെ ദൈവം അയച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഈ ദൈവമനുഷ്യൻ പൗലോസ് ആമേൻ അവർ സുവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ വിപരീതമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഏതൊരു കാലഘട്ടത്തിലും സുവിശേഷം നല്ല രീതിയിൽ പറയാൻ കഴിയത്തില്ല. കാരണം പൈശാചിക ശക്തികൾക്ക് അവരുടെ അടിത്തറകൾ ഇളകുന്നതാ സുവിശേഷം എന്ന് പറയുന്നത്. അന്ധകാര മണ്ഡലങ്ങളുടെ അവസാനം കുറിക്കുന്നതാ സുവിശേഷം എന്ന് പറയുന്നത്. പൗലോസ് ശീലാസും കൂട്ടരും അത് ചെയ്യാൻ തയ്യാറായപ്പോൾ എന്താ സംഭവിച്ചത്? അനുകൂല സാഹചര്യങ്ങളല്ല, അവൻ്റെ കസ്റ്റഡിയിലുള്ള ചിലത് ദൈവിക മാർഗത്തിലേക്ക് പോകുന്നത് കണ്ട് ഈ ദൈവദാസന്മാരെ വകവരുത്തുക, അവരുടെ ജീവനെ എടുക്കുക. ഇതാണ് പിശാചിൻ്റെ ആഗ്രഹം, ഇതാണ് പിശാചിൻ്റെ പ്ലാന്. ഒരു പരിധിവരെ അതിനകത്ത് അവർ വിജയിച്ചു കേട്ടോ. പക്ഷേ ഒരു അർദ്ധരാത്രിയുടെ സമയം വന്നപ്പോൾ പൗലോസും ശീലാസും എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചു. കൈകൾ ചങ്ങലെ കിടക്കുക, കാലാമത്തിനകത്ത് കിടക്കുക. അന്നേരം ഇവർ പാടാൻ തയ്യാറായെങ്കിൽ അവരെ ഭരിച്ചത് ദൈവത്തിൻ്റെ ആത്മാവല്ലേ? അവരെ കൊണ്ട് നടന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ലേ? ഈ പ്രഭാതത്തിൽ ഈ ദൂത് ഞാൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഭരിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിന് നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. ഇന്നുവരെ കാണാത്ത ദൈവത്തിൻ്റെ പ്രവൃത്തി, ഇന്നുവരെ കാണാത്ത വിടുതലിൻ്റെ കരം ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് കാണുവാനിടയായിത്തീരും. പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചു. എന്താ ദൈവം ചെയ്തത്? കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ കുലുക്കി. ആമേൻ ആമേൻ. ചങ്ങലകളെ അടിച്ച് വാതിലുകളെ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവരാനിടയായിത്തീർന്നു. പൗലോസ് കണ്ട ആ വിഷയം, മക്കദോന്യക്കാരനായ പുരുഷൻ ഞങ്ങളെ വന്ന് സഹായിക്ക എന്ന് പറയുന്നത് ആ കാരാഗൃഹ പ്രമാണി ആയിരുന്നു എന്ന് അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ ബോധ്യപ്പെടുവാൻ ഇടയായിത്തീർന്നു. ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നല്ലേ? ചില വ്യത്യസ്തമായ വേദനയുടെ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നല്ലേ? ഇത് കാണുമ്പോൾ, ആ പ്രയാസം കാണുമ്പോൾ നീ ആരാധിക്കണ്ട, ഇനി പ്രാർത്ഥിക്കണ്ട എന്നുള്ള ചിന്തയാണോ നിങ്ങൾക്ക് വരുന്നത്? അതോ എൻ്റെ ഈ വിഷയം ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുക്കാനായിട്ടുള്ളൊരു മുഖാന്തരമാണെന്ന് തിരിച്ചറിയുന്നൊരു അനുഭവമാണോ ഉണ്ടാകുന്നത്? സ്തോത്രം. ആ ഒരു അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളും വന്നാൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് പൗലോസിനോടൊപ്പം ഞാൻ നിങ്ങൾ പറയാനിടയായിത്തീരും. കാരണം പ്രതികൂലത്തിനകത്തൊളിഞ്ഞിരിക്കുന്നൊരു ദൈവനന്മയുണ്ടെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കും. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഈ വചനം പറഞ്ഞവസാനിക്കുമ്പോൾ പരാതി പറയുന്ന നിർത്തുക, പരിഭവിക്കുന്ന നിർത്തുക, പിറുപിറുക്കുന്ന നിർത്തുക. പിന്നെയോ ഈ വേദനയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ദൈവമേ, എന്താണ് ഇതിനകത്ത് അങ്ങയുടെ ആമേൻ പൂർണ്ണമായ പദ്ധതി, അതെനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേന്ന് ഒന്ന് പ്രാർത്ഥിക്ക്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത് കാണാനിടയായിത്തീരും. അനേക തടവുകാരവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആമേൻ. അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ പാടാൻ തയ്യാറായത്. അവരുടെ ലൈഫിൽ ആദ്യത്തെ ഒരു അനുഭവം അങ്ങനെ, ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം കാണുന്നത്, പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവത്തിലെ നീ പാടുന്നൊരു പാട്ട് ഒരു അവിശ്വാസിയുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുമെന്ന് അറിയാമോ? ചില പാട്ടുകൾ ചില ഹൃദയങ്ങളെ തണുപ്പിക്കും. ഹല്ലേലൂയ. സ്വർഗം അത് ചെയ്യും, സ്വർഗം അത് ചെയ്യും. ആ ദൈവകരങ്ങളിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ചില രൂപാന്തരപ്പെടുത്താൻ, ചില വേദനകളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ദൈവമേ, പൂകമ്മ വായിച്ച് ആ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ അങ്ങ് ശക്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, എല്ലാവരോടൊപ്പം ഈ സന്ദേശത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ സഹോദരങ്ങളെല്ലാവരെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങയുടെ മഹത്വത്തെ വെളിപ്പെടുത്തണമേ, അങ്ങയുടെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തണമേ, അങ്ങയുടെ സഹായത്തെ വെളിപ്പെടുത്തണമേ.
ഇന്ന് വരെ കാണാത്ത അത്ഭുതങ്ങളെ കാണിക്കണമേ. ദൈവകര നന്മയ്ക്കായിട്ട് നീട്ടണം. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ. പ്രാർത്ഥന സ്വർഗം കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായിട്ടൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കാണും. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.